മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു. കാരണം ചൂണ്ടിക്കാണിക്കാതെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഈ നടപടി. അനുമതി നിഷേധിച്ചുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് കിട്ടി. ഈ മാസം 16-ാം തീയതി ബഹ്റിൽ നിന്ന് പര്യടനം ആരംഭിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അതിൻ്റെ കാരണങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒക്ടോബർ 16 മുതൽ നവംബർ 9 വരെ വിവിധ ഘട്ടങ്ങളിലായി ഗൾഫിലെ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും സന്ദർശിക്കുന്ന ഒരു പരിപാടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിയോടൊപ്പം പോകാൻ തയ്യാറെടുത്തിരുന്നു. ഗൾഫിലെ വിവിധ പ്രവാസി സംഘടനകളുടെയും മറ്റും പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും പ്രവാസികളെ അഭിസംബോധന ചെയ്യുന്നതിനുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ യാത്ര ക്രമീകരിച്ചത്. ഈ യാത്രയ്ക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി വേണ്ടതുണ്ട്. അത്തരത്തിൽ സംസ്ഥാന സർക്കാർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടിയപ്പോഴാണ് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള അറിയിപ്പ് സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. എന്ത് കാരണം കൊണ്ടാണ് ഈ യാത്രയ്ക്ക് അനുമതി നിഷേധിക്കുന്നതിനെ എന്നതിനെപ്പറ്റി സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യവും പറയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെയും സമാനമായ രീതിയിൽ വിദേശയാത്രയ്ക്കും വിദേശത്തു നിന്നുള്ള ക്രൗഡ് ഫണ്ടിങ്ങിനും മറ്റും അനുമതി നിഷേധിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോഴും ഈ കാര്യങ്ങളിലൊന്നും ഒരു പ്രത്യേകിച്ച് കാരണം ചൂണ്ടിക്കാണിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോഴും അനുമതി നിഷേധിക്കുമ്പോൾ രാഷ്ട്രീയ കാരണങ്ങളല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വേണം കരുതാൻ. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടക്കമുള്ള ആളുകളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ബഹ്റിൻ അടക്കമുള്ള രാജ്യങ്ങളിൽ സന്ദർശനം തുടങ്ങി. അബുദാബി വരെ ഉള്ള സന്ദർശന പരിപാടികളാണ്. കുവൈറ്റ്, ഒപ്പം തന്നെ ഒമാൻ, മറ്റ് രാജ്യങ്ങളൊക്കെ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് സന്ദർശന പരിപാടി ക്രമീകരിച്ചത്. ഈ യാത്രയ്ക്കാണ് ഇപ്പോൾ അനുമതി നിശ്ചയിച്ചിരിക്കുന്നത്. എസ്കേൻ ശ്രീജിത്തെ, ഒരു കാര്യം കൂടി, അതായത് ഈ ഗൾഫിൽ പോയിട്ട് എന്തെങ്കിലും രാഷ്ട്രീയ പ്രചാരണം നടത്തുമെന്നുള്ള സംശയം വെച്ചോ, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, വേറെ എന്തെങ്കിലും പ്രചാരണ പരിപാടികളോ പ്രോപ്പഗൻഡ മെഷീനറിയോ പ്രവർത്തിപ്പിക്കുമെന്ന ഭയമാണോ ഇത്തരമൊരു പര്യടനത്തിന് അനുമതി നിഷേധിക്കുക? സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയൊക്കെ പര്യടനം നടത്താൻ തീരുമാനിച്ചാൽ അതിൽ നിന്നും കേന്ദ്രം ഇടപെടുന്ന പതിവില്ല. എസ്കേൻ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഇതിന് അനുമതി നൽകേണ്ടതില്ല എന്നൊരു തീരുമാനം എടുപ്പിച്ചിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തെരഞ്ഞെടുപ്പ് വർഷമാണ്. കേരളത്തിൽ നിർണായകമായ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നു. വലിയൊരു പ്രവാസി സമൂഹം കേരളത്തിലെ വോട്ടർമാരാണ്. അപ്പോൾ പ്രവാസി സമൂഹത്തിൽ ഒരു ഇലക്ഷൻ പ്രചരണത്തിന് മുഖ്യമന്ത്രി തുടക്കം കുറിക്കുകയാണ് എന്ന് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് സംശയിക്കാം. മാത്രമല്ല, അവിടെ നിന്ന് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ സ്വരൂപണവും നടക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാവാം ഒരുപക്ഷെ അനുമതി. എന്തായാലും രാഷ്ട്രീയ കാരണങ്ങളെന്ന് പറയുമ്പോൾ എസ്കേൻ സൂചിപ്പിച്ചു തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള റീസൺ. കാരണം അവിടെ ഒരു ഇലക്ഷൻ ക്യാമ്പയിനാണോ അല്ലെങ്കിൽ പ്രവാസി വോട്ടർമാർ നിർണായക സ്വാധീനം ചെലുത്തുന്ന കേരളത്തിലെ ഇലക്ടറേറ്റിൽ ഒരു വലിയ ക്യാമ്പയിന് മുഖ്യമന്ത്രി തുടക്കം കുറിക്കുകയാണോ? അത്തരം രാഷ്ട്രീയ ഉദ്ദേശം കൊണ്ടുള്ള യാത്രയായതുകൊണ്ടാണ് അനുമതി നിഷേധിക്കുന്നത് എന്നായിരിക്കണം ഒരുപക്ഷെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. രാഷ്ട്രീയ കാരണങ്ങളാണെന്ന നിഗമനത്തിലാണ് സംസ്ഥാന സർക്കാരും ഉള്ളത്. ഓക്കെ, താങ്ക് യു ആർ ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.